ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെഞ്ചി. എൻ്റെ നാട്ടിൽ കേരളത്തിലെ സുഹൃത്തോട്, പത്തനംതിട്ട ജില്ലയിലെ സുഹൃത്തോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ് എൻ്റെ നാട്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ ഭോപ്പാലിൽ പോയി സെറ്റിലായി. ഭോപ്പാലിൽ വെച്ചുള്ള ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഭോപ്പാലിൽ വിടുന്നവരെയും മിസ്റ്റർ ഷെന്നി ഉമ്മൻ ഓട്ടിസ് എലിവേറ്ററിൻ്റെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വളരെ അടുപ്പത്തിലായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളായി. ഭോപ്പാലിൽ നല്ല സമയമായിരുന്നു. അങ്ങനെ ഭോപ്പാലിലെ ജീവിതം ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ സമയങ്ങൾ നല്ല ഓർമ്മയിൽ ഇന്നും ഉണ്ട്. ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് ഷിക്കാഗോയിൽ ആഡിസൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്. കുടുംബമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി. ഒരു ഹെൽത്ത് ചലഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ആഡിസൺ എന്ന് പറയുന്ന സിറ്റി താമസിക്കുകയാണ്. അപ്പോൾ ഷെന്നിയും ഷൈനിയും കൂടെ ഞങ്ങളെ ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഹൂസ്റ്റണിൽ നിന്ന് ഇന്നലെ രാത്രി ഇവിടെ എത്തി. വളരെ സന്തോഷമുണ്ട്. പിന്നെന്താണ് പറയണ്ടേ? നമ്മുടെ ഭോപ്പാലിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ രണ്ട് എതിർവശത്തെ ഫ്ലാറ്റിലാണല്ലോ താമസിച്ചത്. ചീട്ടുകളിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ ബാച്ചിലറാണ്, രഞ്ജി ചേട്ടൻ്റെ കൂടാണ്. ഭോപ്പാൽ ന്യൂസ് വാഷ് നടന്ന് വരുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ താമസമൊക്കെ. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയമാണത്. ഞാൻ പറയുന്നത് 80യുടെ early 80s-ലാണ്. 80 to 84. അതെ, 80 to 84. ആ സമയം ഭോപ്പാലില് ഷെന്നി ഓട്ടിസ് എലിവേറ്റർ ജോലി ചെയ്യുന്നു. ഞാൻ അന്ന് ഭോപ്പാലിൽ ഇന്ത്യയിൽ ടി വി വന്നിട്ടില്ലായിരുന്നു. ഭോപ്പാലിലൊക്കെ ടി വി വന്ന സമയം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ ടി വി കമ്പനി ജോലിക്ക് കയറി. വെസ്റ്റേൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ആദ്യം ഞാൻ ഭോപ്പാലിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹോട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു ടി വി കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് MP ഗവൺമെൻറ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ജോലി കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങൾ ബാച്ചുലർ ലൈഫിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചതെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഷെന്നി വേറെ 2-3 റൂംമേറ്റ്സ് ഇവർ ബാച്ചുലറായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ബ്രദറും ഞാനും, ബ്രദറിന് കല്യാണം കഴിഞ്ഞ് അമ്മാമ്മ ചേട്ടത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഞങ്ങൾ വീക്കെൻഡ് ആകാൻ നോക്കിയിരിക്കും. വീക്കെൻഡ് ആകുമ്പോഴത്തെ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ചീട്ടുകളി എന്ന് പറയുന്ന മെയിൻ പരിപാടിയായിരുന്നു, കലാപരിപാടി. അപ്പം ചീട്ടുകളി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അതെ, സണ്ണി, സുമോദ, ഷാജി, കൈയിടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തിരുവല്ലക്കാരും പരിചയക്കാരും. അതെ, അനില, മുകുന്ദൻ, ഞങ്ങളുടെ പഴയ ഹിതവാട ന്യൂസ് പേപ്പർ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പേരാണ്. അങ്ങനെ നല്ല നല്ല ജോലികളും നല്ല രീതിയിൽ ജീവിച്ചു വന്നു. ബാച്ചുലർ ലൈഫ് ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു അന്ന് ഭോപ്പാലിലെ ലൈഫ് സ്റ്റൈലും എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചീട്ടുകളിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് ചീട്ടുകളി സന്ധ്യക്ക് തുടങ്ങിയ രാത്രി തീർക്കും. എന്നാൽ മിക്കവാറും അത് സംഭവിക്കാറില്ല. കളിയുടെ സ്പിരിറ്റ് കൂടി കഴിയുമ്പം രാത്രി മൊത്തം കളിക്കും. പിന്നെ ശനിയാഴ്ച പകലും കണ്ടിന്യൂ ചെയ്യും. വല്ലതും കഴിക്കാൻ എണ്ണീച്ചെന്ന് പറയാം. അല്ലെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രിയിലായിരിക്കും തീരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് ഏതായാലും ശനിയാഴ്ച പാതിരാത്രി അല്ല അത് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഷെന്നിക്കും ബൈക്ക് ഉണ്ടായിരുന്നു. കമ്പനി തന്നത് എനിക്കും അതുപോലെ തന്നെ വെസ്റ്റേണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്കും കമ്പനി ബൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പഴയ രാജ്ദൂത് ഷെന്നിക്ക് എസ് ഡി അത് നല്ല ബൈക്കായിരുന്നു. ഞങ്ങൾ അതിലൊക്കെ ഇങ്ങനെ സിറ്റികളൊക്കെ കറങ്ങി നടക്കുകയും എവിടെ പോകണമെങ്കിലും നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മൾ ഫ്രീ ബേർഡല്ലേ. അപ്പോൾ അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു എല്ലായിടും. പിന്നെ സാധാരണ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇപ്പോൾ വെസ്റ്റേണിൽ നിന്ന് മാറി ഹോട്ടലിനൊക്കെ ജോലി കയറാൻ ഇച്ചിരി ഗ്യാപ്പ് വന്ന സമയത്തൊക്കെ ഈ ഷെന്നി എന്നെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയുടെ ബൈക്കിൽ എന്നെ കൊണ്ടുപോകായിരുന്നു. ഓട്ടീസിൻ്റെ എലിവേറ്റർ പുള്ളി അന്ന് ഫീൽഡ് എഞ്ചിനീയർ ആയതുകൊണ്ട് എല്ലാം മെയിൻ്റനൻസ് ചെയ്യാൻ പോകുമ്പം ഞാൻ ടൂൾ ബാഗും പിടിച്ചുകൊണ്ട് ഷെന്നിയുടെ കൂടെ പോകാനുള്ള അവസരം എനിക്ക് ഷെന്നി തന്നു. അപ്പോൾ അപ്പൻഡീസ് എന്ന് പറഞ്ഞ പോലെ ഷെന്നി എനിക്ക്
1-2 മാസം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇച്ചിരി പൈസ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് തരികയും ചെയ്തു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. BHEL എന്ന് പറയുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ അതിലെ ശനിയുടെ അണ്ടറിലായിരുന്നു എലിവേറ്റേഴ്സ് എല്ലാം. അപ്പൊ ഒന്ന് ഓട്ടിസ് എലിവേറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയിരുന്നു. അപ്പം ശനി അതിന്റെ ഫുൾ ഇതായിരുന്നോണ്ട് എല്ലായിടത്തും കയറി ചെല്ലാനും എല്ലാത്തിനും ബാഡ്ജ് ഉള്ളതുകൊണ്ട് എവിടെയും പോകാതെ, അല്ലെ BHEL കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓഫീസ് സ്ഥലത്തോ അല്ലെ മറ്റുള്ളതോ അല്ല എല്ലായിടത്തും പറ്റില്ലായിരുന്നു. എനിവേ, അപ്പം ഈ എലിവേറ്ററിന്റെ പണി എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ ഹെൽപ്പറായിട്ട് കൂടെ പോയോണ്ട് കുറെയൊക്കെ പഠിക്കാൻ പറ്റി, എങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോറി, ഇടയ്ക്കൊരു കോൾ വന്ന കാരണം അത് ഒന്ന് ഡിസ്റ്റർബായി. എന്നാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പം BHEL അല്ലെ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ എനിക്ക് കൂടെ പോകാനും എലിവേറ്ററിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനും പറ്റി, എങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്ന മറ്റേ അതുവരെ അറിയത്തില്ലായിരുന്നു. അതിന്റെ ഇലക്ട്രോണിക് അതെ, മെഷീൻ പാർട്ടും മെക്കാനിക്കൽ പാർട്സും കൺട്രോൾ, ഇലക്ട്രോണിക് ബോർഡൊക്കെ അത് കൺട്രോൾ ചെയ്യുന്ന സിഗ്നലല്ലോ. അപ്പോൾ ഓരോ ഫ്ലോർ വരുമ്പോൾ നിൽക്കുന്നു. അതായത് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, എന്നാലും അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം പഠിക്കാൻ പറ്റി. അന്ന് ശനി അതിന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി. ഞാൻ ഇന്നും എലിവേറ്ററിൽ കയറുമ്പോൾ അത് ഓർക്കുന്ന കാര്യമാണ്. എവിടെ ഇപ്പോൾ അമേരിക്ക വന്നാലും എലിവേറ്റർ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഓർക്കുകയും പറയുകയും ചെയ്യാനുള്ള കാര്യമാണ്. അന്ന് ശനി എന്നെ അവസരം തന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻസിഡന്റ് ഭോപ്പാലിൽ നടന്നു. പിന്നെ ഗ്യാസ് ട്രാജഡി നടന്നപ്പോൾ ഞങ്ങളെല്ലാം വീട്ടില് ഇതുപോലെ സന്ധ്യാസമയത്ത് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പം രാത്രിയിൽ അതൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങള് കിടന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഞങ്ങളുടെ നെയ്ബറിന്റെ ഒരു വീട്ടിലോട്ട് ഒരു വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് അപ്പൊ പറയുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ ചേട്ടത്തി അമ്മമ്മ മൂത്ത മോളെ ഫുൾ ടൈം പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ നമുക്ക് വെളി വർത്താനം പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ നെയ്ബർ അവിടുത്തെ ലോക്കൽ ആളായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ വന്ന ആൾക്കാർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഗ്യാസ് ലീക്കായെന്നോ, അല്ലെങ്കിൽ അത് കാരണം ബസ്സൊന്നും സിറ്റിയിലോട്ട് പോയില്ല. അവര് മറ്റേത് ഇൻഡോർ ജബൽപൂർ എങ്ങാണ്ട് പോയിട്ട് വരുന്ന സമയത്തുമായിരുന്നു. അപ്പൊ അവർക്ക് ലോക്കൽ ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റാതെ, അത് സിറ്റിക്ക് അകത്താണ് ബസ് സ്റ്റാൻഡ്, മെയിൻ ബസ് സ്റ്റാൻഡ്. അവിടെ പോകാതെ ബസ്സുകാർ ഇങ്ങനെ ഔട്ടർ ഏരിയയിൽ കൊണ്ട് അവരെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ഏരിയ ഡ്രോപ്പ് ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ അവരിങ്ങനെ അറിയാവുന്ന വീട്ടിലോട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ വന്ന റീസണൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് ആ വീട്ടുകാരോട് പറയുന്ന ഇങ്ങനെ അമ്മാമ്മ കേട്ടോണ്ട് കിടന്നു. ഗ്യാസ് ട്രാജഡി, യൂണിയൻ കാർബൈഡ് എന്നൊക്കെ കേട്ടപ്പോൾ. അപ്പൊ എൻ്റെ ബ്രദർ യൂണിയൻ കാർബൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ അപ്പൊ യൂണിയൻ കാർബൈഡ് എന്നോട് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ അച്ഛനെ വിളിച്ചുണർത്തി. അമ്മാമ്മ രാത്രി ഫുൾ ടൈം പ്രഗ്നന്റ് ആയതുകൊണ്ട് രാത്രി ഉറക്കമില്ലായിരുന്നായിരുന്നു പറഞ്ഞു. ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പൊ അത് കേട്ടു. അപ്പൊ അച്ഛനെ ഉണർത്തി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പുള്ളി വെളിയിൽ ഇറങ്ങി. ആ സമയത്ത് ഞാനും ഉണർന്നു. ഞങ്ങളെല്ലാവരും വെളിയിൽ ഇറങ്ങി ഇങ്ങനെ വന്ന ആൾക്കാരോടും നെയ്ബറിനോടും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം അപ്പം കാര്യങ്ങൾ ചേട്ടന് മനസ്സിലായി. ഇപ്പം പക്ഷെ അവർ പറഞ്ഞതേ ഉള്ളൂ, സിറ്റിക്കകത്തോട്ട് ആരെയും യാത്ര അനുവദിക്കുന്നില്ല, ഇങ്ങനെ ബസ് കൊണ്ട് വിട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വിളിച്ചു ചോദിക്കാനൊക്കെ കൊണ്ട് നോക്കിയപ്പോൾ ഫോണുള്ളത് ഈ ശനിക്ക് മാത്രമേ ഉള്ളൂ. ശനിയുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീടായിരുന്നു. റോഡൊന്ന് ചെറിയ റോഡാ കോളനിക്ക് അകത്തൂടെ ഉള്ളത്. അപ്പൊ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശനിയുടെ വീടാണ്. അപ്പൊ ചേട്ടന് ശനിയുടെ അടുത്ത് പോയിട്ടാണ് ഫോൺ ചെയ്ത് യൂണിയൻ കാർബൈഡിലെ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ എല്ലാം അണ്ടർ കൺട്രോളാ, ഗ്യാസ് ലീക്ക് ആവേണ്ടി ആയി, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എല്ലാവരും ഇങ്ങനെ രാത്രി ഇങ്ങനെ കണ്ണു തിരുമാൻ തുടങ്ങി വെളി. അപ്പം കണ്ണു തൂക്കാനും ഇത് കണ്ടോണ്ട് ചേട്ടൻ പറഞ്ഞു, ഇത് ഗ്യാസിന്റെ എന്തോ പിന്നെ ഇവിടെ എഫക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും പരിക്കകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഈ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ട് പാതിരാത്രിയായി. അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ടായിരിക്കും എല്ലാവരും കണ്ണു തിരുമുന്നത്. ഉറക്കത്തിന്റെ ഇതാണെന്നാണ്. പക്ഷെങ്കില് ഈ ഗ്യാസിന്റെ അവിടെ എന്തോ അതിന്റെ ഇത് വന്നെന്നാണ് അറിഞ്ഞത്. അങ്ങനെ എല്ലാവരും ചേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്ത് കയറി. അപ്പൊ പുള്ളി പറഞ്ഞു, ഇനിയും എങ്ങും പോകാനും പറ്റില്ല, പോയിട്ട് കാര്യവും ഇല്ല, എല്ലാവരും പരിക്കകത്ത് കയറി
കതകടച്ച്. അപ്പം ഇത് ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേ ഉള്ളൂ, വെള്ളം നമ്മൾ എല്ലായിടും ഒന്ന് ഇത് ചെയ്യുക, സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യണം. അപ്പോൾ അന്ന് അവിടുത്തെയൊക്കെ ജനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഭോപ്പാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെ തുറന്ന ജനലുകളായിരുന്നു. അത് തണുപ്പ് സമയമായിരുന്നു, അതുകൊണ്ട് ജനലൊക്കെ തുറന്ന് ഇടുകയില്ലായിരുന്നു, അടച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റൂമിൽ കിടക്കാൻ കയറിയപ്പം കർട്ടനെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് പിന്നെ എയർ കയറുന്ന ഗ്യാപ്പിലെല്ലാം പുറത്തും പഴയ തുണിയൊക്കെ നനച്ച് അങ്ങ് എയർ ഇങ്ങനെ കയറാതെ എല്ലാം ഗ്യാപ്പിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് കിടന്നു. ഞാൻ കിടന്നു, നനഞ്ഞ തുണി മുഖത്ത് ഇട്ട് രാത്രി തണുപ്പാന്ന് ഓർത്തോണം. ഡിസംബർ മാസം നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നനച്ച തുണി മുഖത്തൊക്കെ ഇട്ടുകൊണ്ട് കിടന്നു. എനിവേ രാവിലെ വെളുപ്പിന് ഒരു 3-4 മണി ആയപ്പോഴും, 1 മണിക്ക് ഞങ്ങൾ കിടന്നു, 1-1:30 ആയപ്പോഴാണ് കിടന്നത്. ഈ സംഭവം എല്ലാം കഴിഞ്ഞു വെളുപ്പിന് ഒരു 4 മണി ആയപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഈ പറഞ്ഞ ശനി ഞാനും എല്ലാം കൂടെ ഞങ്ങൾ പറഞ്ഞ് ഏതായാലും ഇതൊന്ന് പോയി നോക്കാം. ഇവിടെ യൂണിയൻ കാർബൈഡ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ്, അതിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ അവിടെ പോയി അറിയാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കും എടുത്ത് ഞങ്ങൾ പോയി പോകുന്ന വഴിയൊക്കെ മെയിൻ റോഡിൽ അവിടെ സംഭവം നടന്നായിട്ടൊന്നും ആർക്കും അറിയത്തില്ല. എല്ലാം റോഡിലെല്ലാം ഇങ്ങനെ പൊതിച്ചു മൂടി ആൾക്കാരാണ്. ഈ കടത്തിണ്ണയിലും റോഡ് സൈഡിലും എല്ലാം കിടക്കുന്ന ആൾക്കാരുണ്ട്, കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവരും അവിടെ ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി എന്നാ ഇനി ഇവിടെ ഒന്നും അറിയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി അറിയാമല്ലോ എന്ന് പറയും. അവിടെ മെഡിക്കൽ കോളേജാണ്, ഹമീദിയ മെഡിക്കൽ കോളേജ് എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ആൾക്കാർ പോകുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ വഴി തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയും അന്നേരം ചെന്നപ്പോൾ വലുതായിട്ടൊന്നും സംഭവം നടന്നായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ വരികയും വന്നുകൊണ്ടേയിരുന്നു. ശ്വാസം മൂക്കും കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വളരെ പ്രയാസത്തോട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കി ആ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൂടി വരുക. ഇപ്പോൾ 2 പേരായിരുന്നു, പിന്നെ 4 പേരായി, എല്ലാം അങ്ങനെ പിന്നെ അത് നമ്പർ ഇരട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ആൾക്കാരുടെ ഒത്തിരി വരവ് കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വാർഡിലൊക്കെ ആൾക്കാർ വന്നവരൊക്കെ ആദ്യമൊക്കെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഇതിനുള്ള സൊല്യൂഷൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നീടാണ് ഇതൊക്കെ അറിഞ്ഞത് കേട്ടോ. പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുക. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ ലങ്സ് പ്രോബ്ലം ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി, ശ്വാസം മുട്ടുകയായിരുന്നു. പക്ഷേ ഈ അവിടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ സപ്ലൈ ലിമിറ്റാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാലും. ഒത്തിരി പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാർഡിലൊക്കെ അഡ്മിറ്റായി അതെല്ലാം ഫുള്ളാകാൻ തുടങ്ങി. പിന്നെ നോക്കിക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെയും പിന്നെ ഒരു ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിലോട്ട് കൊണ്ടുപോകാം. മോർച്ചറി ചുരുക്കം പറയാൻ സമയം കഴിയുന്നതും രാവിലെ ഒരു 6-7 മണി ആയപ്പോഴത്തേക്ക് മോർച്ചറി വരെ ഫുള്ളായി. വെളിയിൽ അതിൻ്റെ ഒരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്, മോർച്ചറിയുടെയും മറ്റേ ഹോസ്പിറ്റലിലെ വാർഡിൻ്റെ അവിടെ കൊണ്ട് ബോഡി കടത്തി ഇങ്ങനെ പാർക്കിൽ കൊണ്ട് ഡെഡ് ബോഡി മറ്റിടത്ത് വരാൻ തെളിഞ്ഞ സ്ഥലമില്ല, അത് മോർച്ചറി ഫുള്ളായി കഴിഞ്ഞു. അങ്ങനത്തെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെപ്രാളം കൂടി. ശരിക്കും പേടി അന്നേരമാണ് വന്നത് ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ ഹമീദിയ റോഡിൽ കൂടെ ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയവർ, മൂടിപ്പൊച്ച് കിടന്നുറങ്ങിയവർ ഒറ്റ ബോഡി അവിടെ നിന്ന് കാണാനില്ല. എല്ലാം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ട്രക്ക്, വെളുപ്പിനെ തന്നെ മിലിറ്ററി ട്രക്കിൽ ഇത് വന്നിട്ട് ആൾക്കാരെ അവർ ഇത് എല്ലാം ബോഡിയാന്ന് പറഞ്ഞ ആൾക്കാരെ അവിടെ കിടന്നവരെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞെന്നാണ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ ആ റോഡെല്ലാം കിടന്ന് ഞങ്ങൾ കണ്ടേച്ച് പോയ ആൾക്കാരെല്ലാം ഒരെണ്ണം പോലും അവിടെ ഇല്ല, എല്ലാം ക്ലീനപ്പായി. അങ്ങനത്തെ ഒരു സംഭവം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി. രാത്രി വെളുപ്പിനെ പിന്നെ രാവിലെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഈ സംഭവമൊക്കെ ഇങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന പുള്ളിയുടെ പേരെന്തായിരുന്നു, നമ്മുടെ നെയ്ബർ, അല്ലല്ല മറ്റേ മലയാളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അവിടെ സിറ്റിയിലെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് വേറൊരു മലയാളി ഫാമിലി അവിടെ താമസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് 8 മണി 9 മണിക്ക് ഇത് വർത്താനം പറഞ്ഞു ഒരു ഫാമിലി അവിടെ വന്നു, ഹസ്ബൻഡും വൈഫും കൂടെ. പുള്ളി സിറ്റിയിലെ ഒരു ഈ ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. പുള്ളിയുടെ വീടെന്ന് പറയുന്ന ഈ സിറ്റി സംഭവം നടന്ന യൂണിയൻ കാർബൈഡിൻ്റെ അടുത്തുള്ള ഒരു ചേരി എന്ന് പറഞ്ഞാൽ വീട്, പുള്ളിക്ക് സ്വന്തം വലിയ വീടുള്ള ആളാണ്.
അപ്പം ആ സ്ഥലത്തായിരുന്നു. അവരാ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത്. അവർ രാത്രി ഓടിയ കഥകളും ഇതെല്ലാം പറയുന്നത് ഞങ്ങളിത് കേട്ടുകൊണ്ടിരുന്നിരുന്ന് ആ വീട്ടിൽ അവരിങ്ങനെ കസരയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരി വൈഫാണെങ്കിൽ ബെഞ്ചായിരിക്കുമായിരുന്നു അവിടുത്തെ വീടിനകത്തിട്ട്. ബെഞ്ചായിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്ക് പറയാൻ ഇപ്പം ഞാൻ വർത്താനം പറയുന്നത് ശ്വാസം മുട്ടൽ പോലെ തോന്നി. പിന്നെ അത് കൂടി വന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ സംഗതി എന്തോ പുള്ളിക്ക് ശരിയല്ല, കുഴപ്പമായിരുന്നു. അപ്പൊ പുള്ളിക്കാർ പറയുന്നുണ്ട് രാത്രി ഓടിയ കഥയൊക്കെ ഇങ്ങനെ. ആ പുള്ളിക്ക് ശ്വാസം മുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങള് അപ്പൊ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ എന്നും കണ്ട് ബെഞ്ചൊക്കെ കിടത്തി കഴിഞ്ഞിട്ടും പുള്ളിക്ക് കുറവൊന്നും വരുന്നില്ല. അപ്പം സംഗതി മനസ്സിലായി. ചേട്ടനും അന്നേരം പറയുന്നുണ്ട് ഇത് പുള്ളിക്ക് ഗ്യാസ് അഫക്റ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ഓട്ടോ വിളിക്കാനൊക്കെ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം, ഞങ്ങളുടെ അവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഒറ്റ ഓട്ടോ അവിടെ കിട്ടാനില്ല, ഒരെണ്ണം പോലും കിട്ടാനില്ലായിരുന്നു. അപ്പൊ ഏതായാലും കൈ കാണിച്ച് ഒരെണ്ണം വന്ന് നിർത്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി കുഴപ്പമില്ല. കാരണം എല്ലാവരും അന്ന് രാവിലത്തെ ഈ രാത്രിത്തെ സംഭവം പകലുള്ള ന്യൂസും കൂടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം പേടിച്ച് ഓടുക അവിടുന്ന്. കാരണം അവിടെ വിട്ടു പോകാനുള്ള പരിപാടിയാണ് ഭോപ്പാൽ സൈറ്റ്. യൂണിയൻ ഗാർമെന്റിന്റെ അടുത്ത് നിന്ന് ദൂരെ എവിടെയെങ്കിലും പോകാനുള്ള പരിപാടി. അപ്പോൾ ഏതായാലും ആ ഓട്ടോക്കാരൻ വന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഹമീദിയ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ രാവിലത്തെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ വേറൊരു ഹോസ്പിറ്റൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാരത് ഹെവിയിലെ BHELന്റെ ഹബീബ് ഗഞ്ചിലെ കസ്തൂർബ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ പിന്നുള്ളത്, നല്ല ഹോസ്പിറ്റൽ. അപ്പൊ പുള്ളി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു, അവനെ അങ്ങോട്ട് വിട്ടു. അപ്പൊ ഇത് സിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ഹമീദ് ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പം ചേട്ടന് ഞാൻ ഈ ഓട്ടോയിൽ കയറിയിരുന്ന പുള്ളിയും കൊണ്ട് അങ്ങ് പോയി ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഞാൻ മർത്തോമപ്പള്ളി വരുന്ന പിന്നെ പല ആൻറ്റിമാരും അവിടുത്തെ നേഴ്സസ് ആണ്. അപ്പൊ അങ്ങനെ പരിചയമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻറ്റി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യിച്ച് ഓക്സിജൻ കൊടുക്കണം. അപ്പോൾ ഓക്സിജൻ്റെ കാര്യമൊക്കെ ഈ ഹമീദ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വെളുപ്പിനെയുള്ള എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി. ചേട്ടന് പുള്ളിയുടെ സ്വന്തം വണ്ടിയിൽ ചെറിയ മോപ്പടാ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. മോപ്പടയിൽ പുള്ളി ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി പുറകെ വന്നു. ഞാൻ വീട്ടിൽ നിന്ന് അഡ്മിറ്റ് ചെയ്യാൻ പുള്ളിയെ ഹോസ്പിറ്റലിന്റെ 4ാമത്തെ ഫ്ലോറിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പുള്ളി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും ചേട്ടൻ കൂടെ അഡ്മിറ്റ് ചെയ്ത് പുള്ളിക്ക് ഓക്സിജൻ കൊടുത്തിച്ച് റിലീഫായി. പുള്ളി ഇങ്ങനെ ശാന്തമായ രീതി കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങള് പിന്നെ മേളത്തെ ജനലിൽ നോക്കുമ്പോൾ റോഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു ജനക്കൂട്ടം ആൾക്കാർ ആ റോഡെ ഓടി ഹോസ്പിറ്റലിന്റെ അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. അതായത് സിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഓടി വരും ആൾക്കാർ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് താഴെ എന്തുവാന്ന് തിരക്കിയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെ പോലീസ് അനൗൺസ് ചെയ്തു, ഗവൺമെന്റ് അവിടുന്ന് അവരെല്ലാവരും അനൗൺസ് ചെയ്യുന്നുണ്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പേടിച്ചു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ല എൻ്റെ ജ്യേഷ്ഠത്തി പുള്ളിക്കാരി വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരെ കൊണ്ട് പോയത്. പുള്ളിക്കാരിയാണെങ്കിൽ ഫുൾ ടൈം പ്രഗ്നന്റുമാ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പൊ ഈ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ചെന്നിയൊക്കെ ഉള്ള അയലോക്കത്തുള്ളത്. അപ്പം ഇവരൊക്കെ രാവിലെ ഞങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വെച്ച് പിന്നെ ഇവിടെ പോയെന്ന് അറിയത്തുമില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ അമ്മമ്മ തന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാതെ അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഈ കമ്പനിയുടെ ബൈക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതേ രാജദൂതിന്റെ ബൈക്കായിരുന്നു. അപ്പൊ ചേട്ടനെ മോപ്പടായതുകൊണ്ട് പെട്ടെന്ന് വിട്ടുവരാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതേ പോരാന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ വലിയ പ്രയാസമായിട്ടോ. അപ്പൊ റോഡല്ല റോഡിന് സൈഡിൽ കൂടെ ഒക്കെ വെളിയിൽ കൂടെ ഒക്കെ ഇറക്കി വിട്ടാ പെട്ടെന്ന് ഞാൻ വിട്ടു വന്നു. അപ്പൊ കാരണം ഈ അമ്മാമ്മയെ പറ്റിയുള്ള ചിന്തയാ മനസ്സിൽ. ഞാൻ വിട്ടു വന്ന് ചേട്ടന് പതുക്കെ പിന്നെ പുള്ളി ഓടിച്ച് വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന അമ്മാമ്മ വളരെ കൂളായിട്ട് വീട്ടിൽ നിൽപ്പുണ്ട് ആകെ. അപ്പൊ വരുന്ന വഴിയെല്ലാം ഞാൻ കണ്ണു ഇങ്ങനെ തുറന്ന് എവിടെയെങ്കിലും ബേൺ ചെയ്യുന്നുണ്ടോ, ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടോ, മണമുണ്ടോ, ഇതൊക്കെ പിടിച്ചാ വരുന്നത്. പക്ഷെ ഈ ഗ്യാസിന് മണവും ഇല്ല, ഒന്നുമില്ല. ഇനി അല്ലാതെ ആ ഗ്യാസ് അതായത് തലേദിവസം ഞാൻ കൊണ്ടുപോയ ഫീലിംഗ് കണ്ണ് ഒക്കെ ബേൺ ചെയ്യുന്ന ഒരു സെൻസേഷൻ വരുമല്ലോ എന്നും കണ്ട് അങ്ങനെ നോക്കിയിട്ടും ഒന്നും കുഴപ്പമില്ല.
സത്യം പറഞ്ഞാൽ അപ്പം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് ആയില്ലായിരുന്നു. പിന്നെ ഇത് അറിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടി ഈ രാത്രി ഉണ്ടായ സംഭവത്തിന് ദേഷ്യം വന്നിട്ട്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരിച്ചു പോയി. അവർക്ക് ദേഷ്യം സഹിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടെ അങ്ങ് ഇളകിയിട്ട് ഇപ്പം കാർബൈഡ് കത്തി നശിപ്പിക്കും, അടിച്ചു പൊളിക്കുമെന്നും പറഞ്ഞ് ഭയങ്കര ജനക്കൂട്ടം ആൾക്കാരെല്ലാം കൂടെ കൂട്ടമായിട്ട് കാർബൈഡിലോട്ട് ചെന്നു. യൂണിയൻ കാർബൈഡിന്റെ ഫാക്ടറിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് അപ്പോൾ ഇവരുടെ കണ്ണെല്ലാം ബേൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തലേദിവസത്തെ അവർക്ക് ആ ഒരു സെയിം ഫീലിംഗ് വന്നു. അന്നേരം അവർ അനൗൺസും ചെയ്തു വീണ്ടും ഗ്യാസ് അടുത്ത ടാങ്ക് പൊട്ടിയെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഈ തിരിച്ചോടിയ ആ കൂട്ടത്തിൽ ആ ബഹളം കേട്ട് ഓടിയവരെയാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ റിയലി ഗ്യാസ് പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കാരണം ഈ ലോക്കൽ ആൾക്കാരെ ചെന്ന് വീണ്ടും അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ടാങ്കോ അല്ല ഫാക്ടറിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ മൊത്തം വീണ്ടും നശിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു. ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. ഏതായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് ഗ്യാസ്. അത് പിന്നെ ലീക്ക് ആകാതെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അയലോക്കത്തെ ഈ ശനി ഉൾപ്പെടെ എല്ലാവരും അവിടെ കാര്യമായി. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഓ ശനി വിട്ടു. അയ്യോ ഇവിടെ ഏതായാലും ഞങ്ങളുടെ അയലോക്കത്തുണ്ടായിരുന്ന ഭട്നാർ എന്ന് പറയുന്ന നെയ്ബർ, പുള്ളിക്ക് കാറൊക്കെ ഉള്ള പാർട്ടിയായിരുന്നു. പുള്ളി കയറാൻ നേരം അമ്മമ്മയോട് ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാർ പറഞ്ഞു എൻ്റെ ഭർത്താവ് അന്യനും ഇല്ല, ഞങ്ങൾ വരികയാണ്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഇട്ടിച്ച് അവരും അവരുടെ പാട്ടു. ഞാൻ വന്നപ്പോൾ കോളേജിന് മൊത്തം empty, ന്യൂസ് വേഴ്സ് നഗർ മൊത്തം empty, ഒരു വീട്ടിലും ആൾക്കാരില്ല. അമ്മാമ്മ മാത്രം വെളിയിൽ ഇങ്ങനെ ഡോറിന് കഥ കടച്ച് വെളിയിൽ നിൽപ്പുണ്ട് ഫെൻസിനടുത്ത് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മറക്കാനാവാത്ത ചിത്രങ്ങളാണ് മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. പിന്നത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് പിന്നെ ആ സെക്കൻഡ് ഡേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവര് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി പറയുമ്പം അപ്പോൾ ഒരു ടാങ്കും കണ്ടേ ഇത് അഫക്റ്റഡ് ആയുള്ളൂ, ലീക്ക് ആയുള്ളൂ. പിന്നെ രണ്ടെണ്ണം കൂടെ മൂന്നെണ്ണം കൂടെ പിന്നെ കിടക്കുക. ഈ സെയിം MIC എന്ന് പറയുന്ന ഗ്യാസ്, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് വീണ്ടും കിടക്കുക. അപ്പൊ അതെല്ലാം കാണാൻ വീണ്ടും പോയി വല്ലതും തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ അതിനുവേണ്ടി അവർ അത് ടാങ്കെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ empty ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പരിപാടിയായി. ഇത് അമേരിക്കൻ കമ്പനിയാണല്ലോ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ടും എല്ലാം ചർച്ച ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുക. 2-3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഒഴിപ്പിക്കുന്ന ഡേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും മാറി താമസിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ആ സമയങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പേടി ശരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ പോകും, എങ്ങോട്ട് മാറി താമസിക്കും, ഭോപ്പാൽ വിട്ട് വേറെ എവിടെ പോകാനാ? നമുക്ക് പിന്നെ കേരളത്തിൽ വരെ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ മറ്റെങ്ങും ഔട്ടർ സ്റ്റേറ്റോ മറ്റെങ്ങും പോയിട്ട് കാര്യമില്ല. ഏതായാലും പിന്നുള്ള കാര്യമൊക്കെ അവിടെ തന്നെ താമസിച്ചു. പിന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുഴപ്പമൊക്കെ ഇല്ലാതെ പോയി സംഭവമായിരുന്നു. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയുള്ള മറക്കാനാവാത്ത നിമിഷങ്ങൾ. അങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനും പറ്റി അതിൽ കൂടി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ആ പുള്ളി ജീവിച്ചിരിക്കുന്നു. പുള്ളി ഇറങ്ങി ഓടി ചരിത്രമൊക്കെ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി രാത്രി ഡോറ് പോലും വീടിന്റെ കഥ പോലും പൂട്ടാതെ അടയ്ക്കാതെ ചാരാതെ പോലും ഇറങ്ങി ഓടുമായിരുന്നു. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയൊക്കെ അവിടെ ആൾക്കാരെല്ലാം കൂടെ കൂടി കേടായി കിടന്ന ഈ ട്രക്കൊക്കെ ലോറിയൊക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് ഈ പുള്ളിക്ക് അത്ര ആണുങ്ങൾക്കെല്ലാം ഇങ്ങനെ എഫക്ട് ചെയ്തെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുമ്പം ഈ ഗ്യാസ് ഏറ്റവും കൂടുതൽ അകത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ ഓടിയവർക്കും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തവർക്കുമായിരുന്നു പിന്നീട് അത് എഫക്റ്റ് ഒത്തിരി ചെയ്തത്. അതേസമയം പുള്ളിയുടെ ഭാര്യ അനങ്ങാതെ നിന്ന് ശ്വാസം സാറിന് നോർമൽ രീതിയിൽ ബ്രീത്ത് ചെയ്ത് ആ പുള്ളിക്കാരിക്ക് വലിയ കുഴപ്പമില്ലാത്ത. പുള്ളിക്ക് പിന്നെ ഏതായാലും അവിടെ ഓക്സിജനൊക്കെ കിട്ടി ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി ബെറ്ററായി. പുള്ളി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. വീണ്ടും തിരിച്ച് ഞങ്ങളെ കാണാനൊക്കെ വന്നായിരുന്നു. മനോരമ പേപ്പറിലൊക്കെ ഞങ്ങളുടെ പേരും ന്യൂസും എല്ലാം വന്നായിരുന്നു. ഏതായാലും അത് അതൊക്കെ ഭോപ്പാലിലെ ഒരു ട്രാജഡി. ഇല്ലില്ല, ആ വീട്ടിൽ തന്നെ. അന്ന് ജോലിയൊന്നുമില്ല. അന്ന് നമ്മൾ ഈ കറങ്ങിയടപ്പാ ബൈക്കുള്ള. അവിടുത്തെ സ്ഥിതി എന്താ, കാർബൈഡ് അങ്ങനെ ചെയ്യുന്നു, അവിടെ എന്തോ പിന്നെ ഇതൊക്കെ നടപ്പ് പരിപാടിയായിരുന്നു പരിപാടി. അച്ഛൻ അത് അടയ്ക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. പുള്ളി അവസാനം വരെ പുള്ളി ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛന് അവരെ ഓരോരുത്തർക്കും ഗവൺമെന്റ് ജോലി തന്നെ പിന്നെ കൊടുത്തല്ലോ. ഗവൺമെന്റ് ജോലി അച്ഛന് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ജോലി കിട്ടിയത്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കുക.